നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അവസരം വന്നിട്ടുണ്ട്. കേന്ദ്ര ഉപഭോക്തൃ കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് BIS 345 ഒഴിവുകളിലേക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. വിശദമായ വിവരങ്ങൾ നോക്കാം. തസ്തികയുടെ പേര് അസിസ്റ്റൻ്റ് ഡയറക്ടർ, ഒഴിവുകളുടെ എണ്ണം 3. പേഴ്സണൽ അസിസ്റ്റൻ്റ്, ഒഴിവുകളുടെ എണ്ണം 27. അസിസ്റ്റൻ്റ് സെഷൻ ഓഫീസർ 43. അസിസ്റ്റൻ്റ് 1. സ്റ്റെനോഗ്രാഫർ 19. സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് 128. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് 78. ടെക്നിക്കൽ അസിസ്റ്റൻ്റ് 27. സീനിയർ ടെക്നീഷ്യൻ 18. ടെക്നീഷ്യൻ 1. ഏജ് ലിമിറ്റ്: അസിസ്റ്റൻ്റ് ഡയറക്ടർ പ്രായപരിധി 35. പേഴ്സണൽ അസിസ്റ്റൻ്റ്, അസിസ്റ്റൻ്റ് സെഷൻ ഓഫീസർ, അസിസ്റ്റൻ്റ് 30 വയസ്സ്. സ്റ്റെനോഗ്രാഫർ, സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് 27. ടെക്നിക്കൽ അസിസ്റ്റൻ്റ് 30. സീനിയർ ടെക്നീഷ്യൻ 27. ക്വാളിഫിക്കേഷൻ: അസിസ്റ്റൻ്റ് ഡയറക്ടർ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫിനാൻസ്. വിദ്യാഭ്യാസ യോഗ്യത CA, CWA, സബോർഡിനേറ്റ് അക്കൗണ്ട് സർവീസ് അക്കൗണ്ടൻറ്റ്, MBA ഫിനാൻസ് സ്പെഷ്യലൈസേഷനോടെ കൂടാതെ കേന്ദ്ര സംസ്ഥാന PSU, യൂണിയൻ ടെറിട്ടറി ഗവൺമെൻറ് അല്ലെങ്കിൽ സ്വതന്ത്ര ഏജൻസി, പ്രമുഖ സർക്കാർ ഏജൻസിയിൽ കുറഞ്ഞത് 3 വർഷത്തെ അനുഭവം. അസിസ്റ്റൻ്റ് ഡയറക്ടർ മാർക്കറ്റിംഗ് ഉപഭോക്തൃ കാര്യങ്ങൾ. വിദ്യാഭ്യാസം MBA മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി, PG ഡിപ്ലോമ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് ഉൾപ്പെടെ 5 വർഷത്തെ അനുഭവം. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്, PSU, യൂണിയൻ ടെറിട്ടറി ഗവൺമെൻറ്, സ്വായത്തസ്ഥിതി സ്വതന്ത്ര ഏജൻസി. അസിസ്റ്റൻ്റ് ഡയറക്ടർ ഹിന്ദി, ഇംഗ്ലീഷ് അല്ലെങ്കിൽ സമാനമായ PG ഡിഗ്രി കൂടാതെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് സ്വതന്ത്ര ഏജൻസികളിൽ 5 വർഷം പരിഭാഷ സാധാരണ പ്രവർത്തന പരിചയം. പേഴ്സണൽ അസിസ്റ്റൻ്റ് പ്രശസ്തമായ സർവകലാശാലയിൽ നിന്നും ബിരുദം, കമ്പ്യൂട്ടർ പ്രാവീണ്യം. അസിസ്റ്റൻ്റ് സെഷൻ ഓഫീസർ ബിരുദം കൂടാതെ കമ്പ്യൂട്ടർ പ്രാവീണ്യം. അസിസ്റ്റൻ്റ് കമ്പ്യൂട്ടർ ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ. സ്റ്റെനോഗ്രാഫർ ബിരുദം, കമ്പ്യൂട്ടർ പ്രാവീണ്യം. സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ബിരുദം, കമ്പ്യൂട്ടർ പ്രാവീണ്യം. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ബിരുദം, കമ്പ്യൂട്ടർ പ്രാവീണ്യം. ടെക്നിക്കൽ അസിസ്റ്റൻ്റ് മെക്കാനിക്കൽ ഡിപ്ലോമ. ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ലബോറട്ടറി കെമിസ്ട്രി ബിരുദം. ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ലബോറട്ടറി മൈക്രോബയോളജി 60% മാർക്കോടെ മൈക്രോബയോളജി ഉള്ള ബിരുദം. സീനിയർ ടെക്നീഷ്യൻ കാർപ്പൻ്റർ 2 വർഷത്തെ പ്രവൃത്തി പരിചയം, ITI കാർപ്പൻ്റർ. സീനിയർ ടെക്നീഷ്യൻ വെൽഡർ പ്രായോഗിക പരീക്ഷയിൽ വിജയിച്ചിരിക്കണം, 2 വർഷത്തെ പ്രായോഗിക പരിചയം, ITI വെൽഡർ. സീനിയർ ടെക്നീഷ്യൻ പ്ലംബർ, ITI പ്ലംബർ, 2 വർഷം പ്രായോഗിക പരിചയം. സീനിയർ ടെക്നീഷ്യൻ ഫിറ്റർ, ITI ഫിറ്റർ, 2 വർഷത്തെ പരിചയം. സീനിയർ ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ വയർമാൻ, ITI ഇലക്ട്രീഷ്യൻ വയർമാൻ, 2 വർഷത്തെ പരിചയം. ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ വയർമാൻ, ITI ഇലക്ട്രീഷ്യൻ വയർമാൻ, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്. സാലറി: അസിസ്റ്റൻ്റ് ഡയറക്ടർ 56,100 രൂപ തൊട്ട്. പേഴ്സണൽ അസിസ്റ്റൻ്റ് 35,400 രൂപ തൊട്ട്. അസിസ്റ്റൻ്റ് സെഷൻ ഓഫീസർ അസിസ്റ്റൻ്റ് 35,400 രൂപ തൊട്ട്. സ്റ്റെനോഗ്രാഫർ സീനിയർ സെക്രട്ടറി അസിസ്റ്റൻ്റ് 25,500 രൂപ തൊട്ട് 81,100 രൂപ വരെ. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് 20,000 തൊട്ട് 63,000 രൂപ വരെ. ടെക്നിക്കൽ അസിസ്റ്റൻ്റ് 35,000 തൊട്ട് 1,00,000 രൂപ വരെ. സീനിയർ ടെക്നീഷ്യൻ 25,000 തൊട്ട് 81,000 രൂപ വരെ. ടെക്നീഷ്യൻ 20,000 തൊട്ട് 63,000 രൂപ വരെ. സെലക്ഷൻ: 1 ഓൺലൈൻ പരീക്ഷ, 2 സ്കിൽ ടെസ്റ്റ്, 3 പ്രാക്ടിക്കൽ സ്കിൽ ടെസ്റ്റ്, ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റ്. സിലബസ് സംബന്ധമായ കാര്യങ്ങൾ ഉടൻ തന്നെ ഈ ചാനലിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. എക്സാമിനേഷൻ സെൻറ്റർ ഇൻ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലകളിൽ മാത്രമാണ് പരീക്ഷാ സെൻറ്ററുകൾ ഉള്ളത്. ആപ്ലിക്കേഷൻ: അസിസ്റ്റൻ്റ് ഡയറക്ടർ
ഹിന്ദി, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഫിനാൻസ്, അസിസ്റ്റൻറ്റ് ഡയറക്ടർ മാർക്കറ്റിംഗ്, കൺസ്യൂമർ അഫയേഴ്സ് എന്നീ തസ്തികകളിലേക്ക് അപേക്ഷാ ഫീസ് 800 രൂപയും ശേഷിക്കുന്ന തസ്തികകളിലേക്ക് 500 രൂപയുമാണ്. പട്ടികജാതി, പട്ടികവർഗക്കാർ, വികലാംഗർ, വനിതകൾ, BIS സേവനമനുഷ്ഠിക്കുന്ന ജീവനക്കാർ ഫീസ് അടയ്ക്കേണ്ടതില്ല. അപേക്ഷാ ഫീസ് അടയ്ക്കുന്നത് ഓൺലൈൻ പേയ്മെൻറ്റ് രീതിയിലൂടെയാണ്. അപേക്ഷകളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് ഫീസ് അടയ്ക്കേണ്ടതാണ്. മാത്രമല്ല അത് റീഫണ്ട് ചെയ്യപ്പെടാത്തതുമാണ്. വിമുക്ത ഭടന്മാരെ ഗ്രൂപ്പ് C തസ്തികകളിലേക്ക് മാത്രം ഫീസ് അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അപേക്ഷാ ഫീസിൻ്റെ ഓൺലൈൻ പേയ്മെൻറ്റിനായി ഏതെങ്കിലും മറ്റ് നിരക്കുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വഹിക്കേണ്ടതാണ്. എങ്ങനെ അപേക്ഷിക്കാം? അപേക്ഷ സമർപ്പിക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മുഴുവനായി വായിച്ച് യോഗ്യത ഉറപ്പുവരുത്തുക. അപേക്ഷകൾ 2024 സെപ്റ്റംബർ 30 വരെ സ്വീകരിക്കും. അതിനാൽ അവസാന തീയതി വരെ കാത്തു നിൽക്കാതെ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി ഒറ്റ ക്ലിക്കിൽ BIS റിക്രൂട്ട്മെൻറ്റ് വെബ്സൈറ്റിലേക്ക് കടക്കാവുന്നതാണ്. ഒന്ന്, ഔദ്യോഗിക വെബ്സൈറ്റ് സ്ക്രീനിൽ കൊടുക്കുന്നു, അത് സന്ദർശിക്കുക. ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക. അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക. സിലബസ് സംബന്ധമായ കാര്യങ്ങൾ ഉടൻ തന്നെ ഈ ചാനലിൽ പ്രസിദ്ധീകരിക്കും. ഇൻകം ടാക്സ് വകുപ്പിൽ 10ാം ക്ലാസ് പാസ്സായവർക്ക് നല്ല ശമ്പളത്തിൽ ജോലി. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തമിഴ്നാട് ഇപ്പോൾ ക്യാൻറ്റീൻ അറ്റൻഡർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 10ാം ക്ലാസ് പാസ്സായവർക്ക് മൊത്തം 25 ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഇൻകം ടാക്സ് വകുപ്പിൽ 10ാം ക്ലാസ് ഉള്ളവർക്ക് ഒഴിവുകൾ എത്രയെന്നറിയാം. തസ്തികയുടെ പേര് ക്യാൻറ്റീൻ അറ്റൻഡൻറ്റ്. ഒഴിവുകളുടെ എണ്ണം 25. ശമ്പളം 18,000 രൂപ തൊട്ട് 57,000 രൂപ വരെ. പ്രായപരിധി 18 തൊട്ട് 25 വയസ്സ് വരെ. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് അഥവാ തത്തുല്യം. അപേക്ഷാ ഫീസ് 25 ഒഴിവുകളിലേക്ക് അപേക്ഷാ ഫീസ് കൂടി നിങ്ങൾ അടയ്ക്കണം. അപേക്ഷാ ഫീസ് അടയ്ക്കാത്ത അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. കാറ്റഗറി അൺറിസർവേഡ് UR ആൻഡ് OBC അപേക്ഷാ ഫീസ് നിൽ. SC ST EWS ഫീമെയിൽ നിൽ. PWBD നിൽ. എങ്ങനെ അപേക്ഷിക്കാം? താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം അത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം 2024 സെപ്റ്റംബർ 22 വരെ അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കുക. അപേക്ഷാ ഫോം ഫിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ കൊടുക്കുക. ഈ ജോലിക്ക് എങ്ങനെ അപേക്ഷിക്കണം, ഇതിൻ്റെ നിയമന സാധ്യത എങ്ങനെയാണ് എന്നിവ അറിയുവാൻ ഔദ്യോഗിക വിജ്ഞാപനം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കുക. കേന്ദ്ര സർക്കാർ ജോലികൾ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡിൽ വമ്പൻ അവസരം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, പ്രായപരിധി, ശമ്പളം തുടങ്ങിയ കൂടുതൽ വിവരങ്ങൾ നോക്കാം. വേക്കൻസി ഡീറ്റെയിൽസ്. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് ഓഫീസർ തസ്തികയിലേക്ക് 170 ഒഴിവുകളാണ് നിലവിലുള്ളത്. ഓരോ വിഭാഗക്കാർക്കുമുള്ള ഒഴിവ് വിവരങ്ങൾ നോക്കാം. SC 1, ST 2, OBC 81, EWS 31, UR 121. യോഗ്യതാ മാനദണ്ഡങ്ങൾ. ഏജ് ലിമിറ്റ് കുറഞ്ഞത് 21 വയസ്സുണ്ടായിരിക്കണം. പരമാവധി 30 വയസ്സ് വരെയാണ് പ്രായപരിധി. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 35 വയസ്സ് വരെയാണ് പ്രായപരിധി. മറ്റ് പിന്നാക്ക വിഭാഗക്കാർക്ക് 31 വയസ്സ് വരെയാണ് ഉയർന്ന പ്രായപരിധി. ക്വാളിഫിക്കേഷൻ: ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും കുറഞ്ഞത് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം,
ബിരുദാനന്തര ബിരുദം, PG അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത. ജനറൽ അപേക്ഷകർക്ക് ഡിഗ്രിയിൽ 60% മാർക്കും SC ST PWBD വിഭാഗക്കാർക്ക് 55% മാർക്കും ഉണ്ടായിരിക്കണം. അപേക്ഷകർ നിശ്ചിത യോഗ്യത 2021 സെപ്റ്റംബർ 30 നേടിയിരിക്കണം. സാലറി ഡീറ്റെയിൽസ്: അടിസ്ഥാന ശമ്പളം 50,000 രൂപ. ബാധകമായ മറ്റു അനുവദനീയമായ അലവൻസ് മൊത്തവേതനം ഏകദേശം 88,000 രൂപ. മെട്രോപൊളിറ്റൻ കേന്ദ്രങ്ങളിൽ PF, RDA, ഗ്രാറ്റുവിറ്റി, LDS, മെഡിക്കൽ ആനുകൂല്യങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്ന ദേശീയ പെൻഷൻ സംവിധാനത്തിന് കീഴിലുള്ള കവറേജ് പോലുള്ള മറ്റ് ആനുകൂല്യങ്ങൾ. ആപ്ലിക്കേഷൻ ഫീ: SC ST PWBD വിഭാഗക്കാർക്ക് 100 രൂപ, മറ്റ് വിഭാഗക്കാർക്ക് 850 രൂപയാണ് അപേക്ഷാ ഫീസ്. അപേക്ഷകർക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, റുപ്പേ, വിസ, മാസ്റ്റർ കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിംഗ്, മൊബൈൽ വാലറ്റ്, IMPS എന്നിവ മുഖേന അപേക്ഷാ ഫീസ് അടയ്ക്കാം. അപേക്ഷാ ഫീസ് അടയ്ക്കുന്നതിന് മുമ്പ് ഉദ്യോഗാർത്ഥികളുടെ യോഗ്യത ഉറപ്പുവരുത്തുക. ഒരിക്കൽ അടച്ച അപേക്ഷാ ഫീസ് യാതൊരു കാരണവശാലും തിരികെ ലഭിക്കുന്നതല്ല. എങ്ങനെ അപേക്ഷിക്കാം? നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഗൂഗിളിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് തുറക്കുക. അപ്ലൈ ഓൺലൈൻ എന്ന സെഷൻ തിരഞ്ഞെടുക്കുക. ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പേര്, ഇമെയിൽ ID, പാസ്വേഡ് എന്നിവ നൽകി രജിസ്റ്റർ ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. തുറന്നു വരുന്ന വിൻഡോയിൽ കൊടുത്തിട്ടുള്ള അപേക്ഷാ ഫോമിൽ ചോദിച്ചിട്ടുള്ള വിവരങ്ങൾ പൂർണ്ണമായി ടൈപ്പ് ചെയ്ത് നൽകുക. അപേക്ഷാ ഫീസ് അടയ്ക്കുക. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുള്ള വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്യുക. അപേക്ഷകൾ 2024 സെപ്റ്റംബർ 29 സമർപ്പിക്കണം. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.